മാംഗ്ലൂരുവിൽ ജ്വല്ലറി ജീവനക്കാരനെ സിനിമാ സ്റ്റൈലിൽ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർച്ച ചെയ്ത കേസിലെ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരൻ ഉൾപ്പെടെ 5 അംഗ സംഘത്തെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി ജ്വല്ലറി ജീവനക്കാരനായ മുസ്തഫ തന്റെ സ്കൂട്ടറിൽ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പോകുമ്പോൾ ആയിരുന്നു കവർച്ച നടന്നത്. അറസ്റ്റിലായ ഇയാളുടെ സഹപ്രവർത്തകൻ മറ്റു പ്രതികൾക്ക് വിവരം നൽകിയത് അനുസരിച്ച് 2 വാഹനങ്ങളിൽ എത്തിയ പ്രതികൾ മുസ്തഫയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, അതായത് ഈ ജീവനക്കാരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു മോഷണം അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ, ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്ന അത് രീതിയിലുള്ള അവസ്ഥയാണ് മംഗളൂരിൽ നിന്ന് ഇപ്പോൾ കാണുന്നത്. അതായത് 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് ആണ് ഇത്തരത്തിൽ ഇയാളെ തട്ടിക്കൊണ്ടുപോയി ഇവർ കവർ ചെയ്തത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 അംഗ സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഉള്ളാൾ സ്വദേശികളായ ഫാരിഷ്, അതുപോലെ തന്നെ സൗഫാൻ, അർഫാത്ത് അലി, ഫറാസ്, ഹമ്പൻകട്ടിയിലെ ഈ ജ്വല്ലറി ജീവനക്കാരനായ പ്രായപൂർത്തിയാകാത്ത വ്യക്തി. ഇങ്ങനെ 5 അംഗ സംഘത്തെയാണ് ഇപ്പോൾ മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിർണായകമായത്. ഈ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. അതായത് ഇത് കാർ സ്ട്രീറ്റ് എന്ന് പറയുന്ന മംഗളൂരു നഗരത്തിൽ തന്നെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ 2 വാഹനങ്ങളിൽ, അതായത് 2 ബൈക്കുകളിലെത്തിയ ഈ സംഘം ഇങ്ങനെ ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതായത് ഈ ജ്വല്ലറിയിലെ തന്നെ ജീവനക്കാർ മുസ്തഫ ഇങ്ങനെ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പോകുന്നുണ്ടെന്ന വിവരം ഈ കവർച്ചാ സംഘത്തിന് കൈമാറുകയായിരുന്നു. അങ്ങനെ കൃത്യമായി ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയും ഈ സ്വർണം തട്ടിയെടുത്തതിന് ശേഷം ഇയാളെ അവിടെ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചു. ഏറ്റവും ഒടുവിലായി ഈ സംഭവത്തിന്റെ കാർ സ്ട്രീറ്റിൽ നിന്നുള്ള ഈ CCTV ദൃശ്യമാണ് നിർണായകമായത്. ആ CCTV ദൃശ്യം പിന്തുടർന്ന് ഈ പ്രതികളെ പിടികൂടിയായിരുന്നു. ഈ കേസിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ 2 പേരുടെ ഫോട്ടോ മാത്രമാണ് പോലീസ് പുറത്തുവിട്ടുള്ളത്. ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. മറ്റുള്ളവരുടെ ഐഡന്റിഫിക്കേഷൻ നടത്താനുണ്ട്. ഏതായാലും ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം നഗരമധ്യത്തിൽ നടന്ന ഒരു കവർച്ച, അതും ഇത്തരത്തിൽ ബൈക്കുകളിലെത്തി വലിയ തോതിൽ ഭീതി ഉണ്ടാക്കി ഇവരെ തട്ടിക്കൊണ്ടുപോയി കവർച്ച ചെയ്ത സംഭവം 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റാണ് ഇങ്ങനെ ഇവർ കവർച്ച നടത്തിയത്. എന്നാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ കടയിലെ തന്നെ, ഈ ജ്വല്ലറിയിലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ പോലീസ് പറയുന്നത് ഈ ജീവനക്കാരൻ, അതായത് ഈ ജ്വല്ലറിയിലെ ജീവനക്കാരനായ ഒരാൾ തന്നെ, ഈ പ്രായപൂർത്തിയാകാത്ത വ്യക്തി തന്നെ ഈ സംഘങ്ങൾക്ക് വിവരം കൈമാറുകയായിരുന്നു. ഇങ്ങനെ മുസ്തഫ 1.5 കോടിയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുമായി യാത്ര ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന വിവരം നൽകുന്നു. അതേ തുടർന്ന് ഈ സംഘം എത്തുകയും ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് കൈക്കലാക്കിയതിനു ശേഷം ഇയാളെ അവിടെ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജ്വല്ലറിയിലെ മറ്റ് ജീവനക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ ആസൂത്രണം ചെയ്തതിൽ ആരെങ്കിലും കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിരവധി കേസുകളിലെ പ്രതികളാണ് ഈ പിടിയിലായിരുന്ന ഒരു വിവരവും പോലീസ് നൽകുന്നുണ്ട്. അഭിലാഷ്, സിനിമാ സ്റ്റൈലിൽ ഉള്ള മോഷണം ആയിരുന്നു നടന്നത്. ബൈജു സൂചിപ്പിച്ചതുപോലെ കള്ളൻ കപ്പലിൽ തന്നെ എന്ന പശ്ചാത്തലം കൂടിയാണ് ഉണ്ടായിരുന്നത്. ജീവനക്കാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മോഷണം നടന്നത്. പക്ഷേ പുതിയ കാലഘട്ടം ആണ്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് അവർ പിടികൂടപ്പെടും എന്ന് എന്തുകൊണ്ടാണ് അറിയാതെ പോകുന്നത് എന്നതാണ് സംശയം.